ഇന്ദിരാ നായർ, മുംബൈ കഞ്ചൂമാർഗിലാണ്. ഒരു 3-4 സത്സംഗങ്ങളിലൊക്കെ നമ്മുടെ കൂടെ ഈ ഭാഗവത കുടുംബത്തിൻ്റെ ഏത് സപ്താഹങ്ങളുണ്ടെങ്കിലും കൂടാറുണ്ട്. പാരായണത്തിനായിട്ടും കീർത്തനം ചൊല്ലാനായിട്ടും പ്രഭാഷണത്തിലൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ആ അമ്മയെ എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ ഭാഗവത ഹംസമല്ലൂർ ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ശ്രാദ്ധത്തോടനുബന്ധിച്ച് നടക്കുന്ന ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ 4-ാം ദിവസത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ പ്രഭാഷണത്തിനായിക്കൊണ്ട് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പ്രിയ ആചാര്യൻ തിരുമേനിക്കും എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് ഇപ്പോൾ നമുക്കിവിടെ വിചാരിക്കാനുള്ളത് സപ്തമ സ്കന്ധം 7-ാം അധ്യായത്തില് 7-ാം അധ്യായത്തിലെ ആണ് 7-ാം അധ്യായമാണ്. 7-ാം സ്കന്ധത്തിന്റെ ലക്ഷണം ഊതികൾ ആണ്. ഊതികൾ എന്നാൽ കർമ്മവാസന. കർമ്മവാസന 2 തരമുണ്ട്, ശുഭമെന്നും അശുഭമെന്നും. മഹാന്മാരുടെ ശാപാദികൾ നിമിത്തം അശുഭവാസനയും അനുഗ്രഹം നിമിത്തം ശുഭവാസനയും ഉണ്ടാകും. 7-ാം സ്കന്ധം നാരദ യുധിഷ്ഠിര സംവാദമായാണ് വിവരിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയം എന്നു പേരായ മഹായാഗം കഴിച്ച സമയത്ത് അവിടെയുണ്ടായിരുന്ന ശിശുപാലൻ ഭഗവാൻ വാസുദേവനിൽ സായുജ്യം പ്രാപിച്ചതായ മഹാ അത്ഭുതം കണ്ടിട്ട് ആശ്ചര്യയുക്തനായ ധർമ്മപുത്ര മഹാരാജാവ് ആ സദസ്സിലിരിക്കുന്ന ശ്രീ നാരദരോട് ചോദിക്കുന്നതും ശ്രീ നാരദർ അതിന് മറുപടി പറയുന്നതും അതിനെ തുടർന്നുള്ള സംവാദവുമാണ് 7-ാം സ്കന്ധത്തിലെ ഉള്ളടക്കം. 3-ാം സ്കന്ധത്തിൽ 13 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ വിതുര മഹാശയന്റെ ചോദ്യങ്ങൾക്ക് മൈത്രേയ മഹർഷി മറുപടി പറയുന്നതായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. അതായത് ശ്രീഹരിയുടെ പാർഷദന്മാരായ ജയവിജയന്മാർക്ക് സനകാദി മഹർഷിമാരുടെ ശാപം നിമിത്തം അശുഭവാസനയുണ്ടായി. അവർ വിഷ്ണുദ്വേഷികളായി കശ്യപ മഹർഷിയുടെയും ദിതിദേവിയുടെയും പുത്രന്മാരായി ഹിരണ്യകശിപു എന്നും ഹിരണ്യാക്ഷൻ എന്നും പേരിൽ ജനിക്കുന്നതും ഹിരണ്യാക്ഷനെ ശ്രീഹരി വരാഹമൂർത്തിയായി അവതരിച്ച് വധിക്കുന്നതും വിവരിക്കുന്നു. 7-ാം സ്കന്ധത്തിൽ ഹിരണ്യകശിപു തന്റെ പുത്രനായ പ്രഹ്ലാദനെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാനായി ഗുരുകുലത്തിൽ വിടുന്നു. അവിടെ ശുക്രാചാര്യരുടെ പുത്രന്മാരായ ഷണ്ടാമർക്കന്മാരാണ് ഗുരുക്കന്മാർ. വിഷ്ണുദ്വേഷിയായി തന്നെ ആവണം പ്രഹ്ലാദന് വിദ്യാഭ്യാസം കൊടുക്കാനെന്ന് ഹിരണ്യകശിപു അവരോട് കൽപ്പിച്ചു. പ്രഹ്ലാദനാവട്ടെ വിഷ്ണു ഭക്തനായി തന്നെ ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ട് കഴിഞ്ഞു. അത് മനസ്സിലാക്കിയ ഹിരണ്യകശിപു പുത്രനെ വളരെയധികം പീഡിപ്പിക്കുകയും ചെയ്യുന്നു. പ്രഹ്ലാദൻ ഗുരുകുലത്തിൽ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കും ഭഗവാന്റെ നാമവും മന്ത്രവും ഭക്തിയും പറഞ്ഞു കൊടുക്കുന്നു. 6-ാം അധ്യായത്തിൽ പ്രഹ്ലാദൻ കൂടെ പഠിക്കുന്ന അസുരബാലന്മാരോട് ഇങ്ങനെ പറയുന്നു: മഹാത്മാവായ ശ്രീ നാരദമുനിക്ക് ഈശ്വര സാക്ഷാത്കാരമുള്ളത് കൊണ്ട് അദ്ദേഹം ചെയ്ത ഉപദേശം എന്നിൽ ഫലപര്യവസായിയായി ഭവിച്ചു. ഗുരുവൈഭവം നിമിത്തമേ ഉപദേശം സഫലമായി വരികയുള്ളൂ. അപ്പോൾ ദൈത്യപുത്രന്മാർ ചോദിച്ചു, 5 വയസ്സുള്ള പ്രഹ്ലാദന് ശ്രീ നാരദ മഹർഷിയാണ് ജ്ഞാനോപദേശം ചെയ്തതെന്ന് കേട്ടപ്പോൾ അത് സംഭവിക്കാൻ തരമില്ലെന്ന് ശങ്കിച്ച് അസുരബാലന്മാർ സംശയ നിവൃത്തി വരുത്തണമെന്ന് പ്രഹ്ലാദനോട് അപേക്ഷിക്കുന്നു. അവർ പറയുന്നു, ഹേ പ്രഹ്ലാദ, നീയും ഞങ്ങളും ശുക്രാചാര്യപുത്രന്മാരായ ഷണ്ടാമർക്കന്മാരെ അല്ലാതെ അന്യഗുരുവിനെ അറിയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ നാരദമുനി ഉപദേശിച്ചു? ഇവിടെ പഠിക്കാൻ വരുന്നതിന് മുൻപേ തന്നെ നാരദനെ ഗുരുവായി വരിച്ചുവെന്ന് പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കത്തക്കതല്ല. എന്തുകൊണ്ടെന്നാൽ ബാലന്മാരായ നമ്മളെ എങ്ങും സ്വേച്ഛയാ സഞ്ചരിക്കാൻ രക്ഷിതാക്കൾ അനുവദിക്കില്ലല്ലോ. അന്തഃപുരം വിട്ട് പുറത്തേക്ക് സഞ്ചരിക്കാത്ത നിനക്ക് മഹാന്മാരോടുള്ള സംഗമത്തിന് വഴി കാണുന്നില്ല.
അതുകൊണ്ട് ഹേ പ്രഹ്ലാദ, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ മതിയായ സംഗതി വേറെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് ഞങ്ങളുടെ സംശയം തീർക്കുക എന്ന് ആ കുട്ടികൾ പ്രഹ്ലാദനോട് അപേക്ഷിച്ചു. ഇനി 7-ാം അധ്യായത്തിലാണ് നമ്മൾ പ്രഹ്ലാദൻ അസുരബാലന്മാരോട് ശ്രീ നാരദ മഹർഷി ഉപദേശിച്ച ആ ഭക്തിമാർഗത്തെയും പരമസായുജ്യത്തെയും വിവരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ ശ്രീ നാരദൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നുണ്ട്, അസുരബാലന്മാർ ഇപ്രകാരം ചോദിച്ചപ്പോൾ മഹാഭക്തനായ പ്രഹ്ലാദൻ എന്ന് വെച്ചാൽ നാരദമുനിയുടെ പരദേശവാക്യം ഓർത്തുകൊണ്ട് ആശ്ചര്യഭാവത്തെ പ്രകാശിപ്പിച്ചു നിൽക്കുന്ന ആ ബാലകന്മാരോട് പറഞ്ഞു, എന്റെ പിതാവ് ഹിരണ്യകശിപു തപസ് ചെയ്യാൻ മന്ദരപർവ്വതത്തിലേക്ക് പോയപ്പോൾ ഉറുമ്പുകൾ പാമ്പിനെ എന്ന പോലെ ഇന്ദ്രാദികളായ ദേവന്മാർ ലോകോപദ്രവകാരിയായ പാപിയെ അവന്റെ പാപം തന്നെ നശിപ്പിച്ചു എന്ന് ഹിരണ്യകശിപുവിനെ പറ്റി ഓർത്ത് മഹാഭാഗ്യമായി എന്നിങ്ങനെ സന്തോഷപൂർവ്വം പറഞ്ഞുകൊണ്ട് അസുരന്മാരുടെ നേർക്ക് ഉത്കടമായ യുദ്ധത്തിന് വേണ്ടുന്ന പരിശ്രമം ചെയ്തു. ദേവസൈന്യം യുദ്ധത്തിന് വന്നത് കണ്ട് ഭയപ്പെട്ട് അസുരന്മാർ 4 ഭാഗത്തേക്കും ഓടിപ്പോയി. രാജഭവനിൽ ഉള്ളതെല്ലാം ദേവന്മാർ അപഹരിച്ചു. ഇന്ദ്രനാകട്ടെ രാജ്യഭാര്യയായ എന്റെ മാതാവിനെയും ഗ്രഹിച്ചു. ഭയപ്പെട്ട് കരയുന്ന എന്റെ അമ്മയെ ഈശ്വരേച്ഛയ ആ വഴി വന്ന ശ്രീ നാരദമുനി കണ്ടു. ഇന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു, ഹേ ദേവാധിപ, അപരാധമില്ലാതിരിക്കുന്ന പതിവ്രതയും പരഭാര്യയുമായ ഇവളെ ബലാത്കാരേണ കൊണ്ടുപോകുന്നത് അങ്ങേക്ക് യോഗ്യമല്ല, വിടുക വിടുക എന്ന് പറഞ്ഞു. ഇന്ദ്രൻ പറയുന്നു, ദേവശത്രുവായ ഹിരണ്യകശിപുവിന്റെ അസഹ്യമായ വീര്യം ഇവളുടെ ജഠരത്തിൽ ഗർഭരൂപേണ വസിക്കുന്നുണ്ട്. അതിനാൽ പ്രസവം വരെ ഇവൾ എന്റെ അധീനതയിൽ ഇരിക്കട്ടെ. പ്രസവം കഴിഞ്ഞ് ദേവവരിയായി വരുന്ന പുത്രനെ വധിച്ചതിൽ പിന്നെ പോകാൻ അനുവദിക്കാം. നാരദർ പറഞ്ഞു, ഇവളുടെ ഗർഭസ്ഥനായ ബാലൻ പിതാവിൽ നിന്നും സിദ്ധിക്കാവുന്ന ദോഷങ്ങളൊന്നും ഉള്ളവനല്ല. സ്വതേ സ്വഭാവത്തിൽ കല്യാണ ഗുണങ്ങളുള്ള മഹാനും ഭഗവാനാൽ സ്വകീയത്തേന സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന അന്തരംഗ ഭക്തനും അപരിച്ഛിന്ന സ്വരൂപനായ ഭഗവാനെ സർവഥാ സേവിക്കുന്നവനുമായതുകൊണ്ട് മഹാബലവാനും ആകയാൽ അങ്ങയ്ക്ക് ഇവനെ വധിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇന്ദ്രൻ ശ്രീ നാരദമുനിയിലുള്ള ബഹുമാനം നിമിത്തം ആ വാക്കിനെ അംഗീകരിച്ചിട്ട് എന്റെ അമ്മയെ വിട്ടു. അനന്തരം ജ്ഞാനദൃഷ്ടിയായി എല്ലാം കണ്ടറിയുന്ന ദേവർഷി എന്റെ അമ്മയെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ഹേ വത്സെ, നിന്റെ ഭർത്താവ് വരുന്നത് വരെ ഇവിടെ വസിക്കാം എന്ന് നാരദ മഹർഷി അമ്മയായ കയാധുവിനോട് പറയുന്നു. എന്നിട്ട് കാരുണ്യവാനായ ഋഷി എന്റെ മാതാവിന്റെ ദുഃഖശാന്തിയെയും എന്നെയും ഉദ്ദേശിച്ചുകൊണ്ട് ഹിംസാദി ദോഷങ്ങളൊന്നുമില്ലാത്ത തത്വത്തിന്റെ ഭക്തി യോഗത്തിന്റെ സ്വരൂപത്തെയും ദേഹസംബന്ധമില്ലാത്ത പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനത്തെയും വേണ്ടതുപോലെ ഉപദേശിച്ചു. ഋഷിയുടെ അനുഗ്രഹ വിശേഷ നിമിത്തം ആ സ്മൃതി ഇപ്പോഴും എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ശ്രീ നാരദമുനി ഉപദേശിച്ച ഈ തത്വം ശ്രദ്ധാപൂർവം ഗ്രഹിപ്പാൻ നിങ്ങൾ പരിശ്രമിക്കുന്ന പക്ഷം നിങ്ങൾക്കും ആ പരമഭക്തിയും പരമാത്മ സാക്ഷാത്കാരവും ഭവിക്കട്ടെ എന്ന് ആ ബാലകന്മാരോട് പ്രഹ്ലാദൻ പറഞ്ഞു. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനപര സംയതേന്ദ്രിയ. ജ്ഞാനമുണ്ടാകണമെന്നുള്ള താല്പര്യവും ഇന്ദ്രിയങ്ങളെ അടക്കാനുള്ള ശക്തിയുമുള്ള പുരുഷൻ ശ്രദ്ധായുക്തനാണെന്ന് വരികിൽ ജ്ഞാനമുണ്ടാകും എന്നുള്ള ഗീതാവചന പ്രകാരം ശ്രദ്ധയുണ്ടായി വന്നാൽ സ്ത്രീകൾക്കും ബാലന്മാർക്കും കൂടി ദേഹേന്ദ്രിയ കാരണങ്ങളുടെ സംബന്ധമില്ലാതിരിക്കുന്ന പരമാത്മാവിനെ സാക്ഷാത്കരിക്കുവാൻ യോഗ്യമായ ബുദ്ധിശക്തി ലഭിക്കും. അല്ലെങ്കിൽ ഭക്തന്മാർക്ക് സ്വരൂപത്തെ അനുഭവപ്പെടുത്തി കൊടുക്കുന്ന ഭഗവാനെ സംബന്ധിച്ച ബുദ്ധിവൃത്തി, പ്രേമലക്ഷണയായ ഭക്തി എനിക്കുണ്ടായിരിക്കുന്നത് പോലെ ഉണ്ടാകും. ചെയ്യുന്ന സകല കർമ്മങ്ങളും ഭഗവാന്റെ ആരാധനയായി സമർപ്പിക്കുന്നത് തന്നെ ഭക്തിയുടെ ഉത്തമ ലക്ഷണം. ശ്രീ നാരദമുനി ഉപദേശിച്ച ഭക്തി സാധനങ്ങൾ 2-3 ശ്ലോകങ്ങൾ എടുത്തു പറയുന്നു. 30-ാമത്തെ ശ്ലോകത്തിൽ ഗുരു ശുശ്രൂഷയാ ഭക്തിയ സർവലബ്ധ അർപ്പണേന ച സംഗേന സാധു ഭക്താനാം ഈശ്വരാരാധനേന ച. ഗുരുഭൂതന്മാരെ നിഷ്കപടമായി സേവിക്കുക, അവരിൽ പരമപ്രേമമുണ്ടായിരിക്കുക, സർവവും അവർക്കായി സമർപ്പിക്കുക, സാധു ലക്ഷണ സമ്പന്നന്മാരായ ഭഗവത് ഭക്തന്മാരോട് ചേർന്ന് വസിക്കുക, ഈശ്വരനെ ആരാധിക്കുക. 31 ശ്രദ്ധയാ തത് കഥായാം ച കീർത്തനൈർ ഗുണകർമ്മണാം തത് പദാംബുരുഹ ധ്യാനാത് തല്ലിംഗേക്ഷാർഹണാദിഭിः. ഭഗവാന്റെ കഥകൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഭക്തവാത്സല്യാദി ഗുണങ്ങളും അവതാര ചരിതങ്ങളും കീർത്തിക്കുക, ഭഗവത് പാദപത്മങ്ങൾ ധ്യാനിക്കുക,
ഭഗവാന്റെ ബിംബങ്ങളെ സന്ദർശിക്കുക, പൂജിക്കുക, വന്ദിക്കുക, നമസ്കരിക്കുക മുതലായ ധർമ്മങ്ങളിൽ ഏർപ്പെടുക. ഹരി സർവേഷു ഭൂതേഷു ഭഗവാൻ ആസ്ത ഈശ്വര ഇതി ഭൂതാനി മനസാ കാമസ്തൈഹി സാധു മാനയേത്. സകല പ്രാണികളിലും അവരുടെ സർവ ദുഃഖങ്ങളെയും സംഹരിക്കുന്ന ഐശ്വര്യപരിപൂർണനായ ഈശ്വരൻ ആത്മാവായി ഇരിക്കുന്നുവെന്നുള്ള അഭിപ്രായത്തോടെ സകല ഭൂതങ്ങളിലും ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ ഉപകരിക്കുന്ന പ്രവൃത്തികൾ കൊണ്ട് അവരെ മാനിക്കുന്നത് ഭക്തിയുടെ അന്തരംഗ സാധനയാകുന്നു. ഇപ്രകാരം ഭക്തി സാധനകൾ അനവരതം അനുഷ്ഠിക്കുന്നവർക്ക് സർവൈശ്വര്യ പരിപൂർണനും സർവസമർത്ഥനുമായ ശ്രീ വസുദേവനന്ദനിൽ ശ്രീകൃഷ്ണമൂർത്തിയിൽ പ്രേമലക്ഷണയായി ഭക്തി ഉണ്ടായി വരുന്നു. ആ സാധന ഭക്തി തന്നെ പരിപാകാവസ്ഥയിൽ പരമപ്രേമലക്ഷണമായ പരമഭക്തിയായിട്ട് ഉറയ്ക്കുന്നു. ഏതവസ്ഥയിലും അതിനിളക്കം വരാത്ത വിധത്തിൽ ആത്മസ്വരൂപമായി ഭവിക്കുന്നു. വിവേകത്തെ ആശ്രയിച്ച് പരമാത്മവസ്തുവായ പരമാത്മാവിനെ അറിയുന്നതിനായി പരിശ്രമിക്കുന്നതുവരെ സംസാര സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങുകയല്ലാതെ സുഖ അനുഭവത്തിന് അവസരമില്ല. അവിവേകം നശിക്കണമെങ്കിൽ ജ്ഞാനസ്വരൂപനായ പരമഗുരുവിനെ ശ്രീഹരിയെ ശരണം പ്രാപിക്കുക തന്നെ വേണം. അപ്പോൾ ദേഹാത്മഭാവം നശിക്കും. ദേഹഭിന്നമായ ആത്മാവിനെ അറിയും. ആനന്ദസ്വരൂപനായ ആത്മാവ് തന്നെ ഞാൻ എന്നുള്ള അനുഭവം ഉണ്ടാകും. അന്ധകാരം നശിക്കണമെങ്കിൽ ദീപപ്രഭയുണ്ടാവണം. അതുപോലെ അവിവേക രൂപ അന്ധകാര നാശത്തിനായി ശ്രീഹരിചരണ ഭക്തിയാകുന്ന ദീപത്തെ ആശ്രയിക്കുകയല്ലാതെ വേറെ ഗതിയില്ലെന്ന് നിങ്ങൾ ധരിക്കുവിൻ. അതുകൊണ്ട് ഭക്തന്മാരുടെ സംസാരക്ലേശത്തെ സംഹരിക്കുന്ന ഈശ്വരനെ നിങ്ങൾ ഭജിക്കുവിൻ. ആ ഈശ്വരൻ തന്നെയാണ് ആത്മാവായി ഇരിക്കുന്നവൻ. അവൻ യാതൊരു കർമ്മവും ചെയ്യുന്നവനല്ല. അർത്ഥധർമ്മ കാമങ്ങൾ അവനെ തന്നെ ആശ്രയിക്കുന്നു. അതിനാൽ ഈശ്വരനെ ഭജിക്കുന്നവർക്ക് അർത്ഥാദികൾ സ്വായത്തങ്ങളായി വരും. എങ്കിലും നിങ്ങൾ അവയെ ആഗ്രഹിക്കാതെ ഭജിക്കണം. ആഗ്രഹിച്ചാൽ അപരമായി ലഭിക്കുന്ന അർത്ഥാദികൾ നിമിത്തം ആത്മാനന്ദാനുഭവം തടസ്സപ്പെടും. അതുകൊണ്ട് നിഷ്കാമ ഭക്തിയെ തന്നെ ആശ്രയിക്കുവിൻ എന്ന് പ്രഹ്ലാദൻ ആ കുട്ടികളോട് പറയുന്നു. ജീവരാശികളുടെ ജനന മരണ ക്ലേശങ്ങളെ തീർത്ത് പരമാനന്ദികളാകുന്ന സർവേശ്വരനിൽ ഫലകാംക്ഷ കൂടാതെ പരമപ്രേമലക്ഷണയായ ഭക്തിയോടുകൂടി ജീവിക്കുക. ആ ഭക്തിയുടെ ലക്ഷണം എന്തെന്നാൽ സ്ഥാവര ജംഗമാദി സർവഭൂതങ്ങളിലും വസിക്കുന്നത് ഭഗവാൻ തന്നെ എന്നറിഞ്ഞ് അവരെയെല്ലാം സമ്മാനിക്കുക തന്നെ. സർവത്ര ശ്രീഹരി ദർശനം നിമിത്തം സർവഭൂത സമ്മാനം പരമഭക്തി ലക്ഷണമാകുന്നു. ഭഗവാനായ ഗോവിന്ദനിൽ ഏകാന്തമായ ഭക്തിയും സർവത്ര ഭഗവാനെ ദർശിച്ച് വന്ദിക്കുകയുമാണ് മനുഷ്യന്റെ മഹത്തായ ജീവിത ലക്ഷ്യം. പ്രഹ്ലാദന് ശ്രീ നാരദ മഹർഷി ഉപദേശിച്ച ഭക്തി സാധന പ്രഹ്ലാദൻ അത് അസുരബാലന്മാർക്ക് ഉപദേശിച്ചു. ബാലപ്രായത്തിൽ ഈ ചരിതം കേട്ട അസുരബാലന്മാർ ഉത്തമ ഭക്തന്മാരും ആയി തീർന്നു. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും വിശേഷിച്ച് ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന അമ്മമാരും ഈ പ്രഹ്ലാദ ചരിതം കേട്ടാൽ ശ്രീഹരിയിൽ പ്രേമഭക്തന്മാരായി തീരും എന്നതിന് ഒരു സംശയവും വേണ്ട. ഈ കലിയുഗത്തിൽ നാമസങ്കീർത്തനം കൊണ്ട് മാത്രം ഈശ്വര സാക്ഷാത്കാരം സിദ്ധിക്കുമെന്ന് ബ്രഹ്മദേവൻ പുത്രനായ ശ്രീ നാരദ മഹർഷിയോട് പറയുന്നുണ്ട്. ഭാഗവതത്തിലുടനീളം അനേകം ഭക്തന്മാർ ബ്രഹ്മസായുജ്യം പ്രാപിച്ചതായി നമുക്കറിയാം. ദുർലഭമായി കിട്ടുന്ന ഈ മനുഷ്യ ജന്മം നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നും ജ്ഞാനപ്പാനയിൽ പൂന്താനം തിരുമേനിയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ നമുക്കെല്ലാവർക്കും ശ്രീഹരിയിൽ പരമഭക്തി ഉണ്ടാവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പാദങ്ങൾ ഗോവിന്ദപാദാരവിന്ദങ്ങളിലും ആചാര്യപാദങ്ങളിലും സമർപ്പിക്കുന്നു. ആചാര്യനും ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നിട്ടുള്ള തെറ്റുകൾ സദയം പൊറുക്കണമെന്ന് അപേക്ഷിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഭാഗവതത്തിന്റെ 7-ാമത്തെ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായം വളരെ ഇടതടവില്ലാത്ത വാക്കുകളോടുകൂടി തന്നെ നമുക്ക് ആ പ്രഭാഷണം
പറഞ്ഞു തന്ന ഇന്ദ്രചേച്ചി ഇനിയും ധാരാളം സത്സംഗങ്ങളിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ ഭാഗവതം വായിക്കുവാനും കീർത്തനങ്ങൾ പാടുവാനും ഒക്കെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. പോരാ, ആയുസോളം ആരോഗ്യം ഉണ്ടാവണം. അങ്ങനെയുള്ള യാതൊരുവിധ അനാരോഗ്യങ്ങളൊന്നും ഉണ്ടാവാതെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഈ വേദിയിൽ ഇരുന്നുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം.